2026 JE Phase 1, January 21st Shift 2 12th question നമുക്ക് കാണാം. This question is from General Organic Chemistry, Basic Understanding from Nucleophile. Nucleophilicity order ആണ്. അത് നമ്മൾ SN reactions nucleophiles, haloalkanes and haloarenes ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു easy to moderate level question ആണ്. It's comparatively very easy question. The correct order of rate of the reaction for the following reaction with respect to nucleophile. CH3Br plus Nu giving CH3Nu plus Br minus. So you should understand this is a nucleophile. നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം സബ്സ്ട്രേറ്റ് സെയിം ആണ്, ന്യൂക്ലിയോഫൈൽ മാത്രമേ മാറുന്നുള്ളൂ. സോ മെക്കാനിസം സെയിം ആയിരിക്കും. നമുക്കിവിടെ ന്യൂക്ലിയോഫിലിസിറ്റിയുടെ ഓർഡർ അനുസരിച്ച് റേറ്റ് പറയാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയോഫിലിസിറ്റി ബിക്കോസ് സബ്സ്ട്രേറ്റ് മാറുന്നില്ല. ന്യൂക്ലിയോഫിലിസിറ്റിയുടെ നേച്ചർ മാത്രം നോക്കിയാൽ മതി. ന്യൂക്ലിയോഫിലിസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഫിനോക്സൈഡ്, ഹൈഡ്രോക്സൈഡ്, അസറ്റേറ്റ് ആൻഡ് പെർക്ലോറേറ്റ് അയോണുകളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. So you can simply go for their stability. Stability പറയാൻ കുറച്ചുകൂടി എളുപ്പത്തിന് നിങ്ങൾക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആസിഡ്സിന് എടുക്കാം. നോക്ക്, നമ്മുടെ കയ്യിൽ ഫീനോൾ ഉണ്ട്. ഫീനോക്സൈഡിലേക്ക് H+ കൊടുത്താൽ ഫീനോൾ ആണ്. OH- H+ കൊടുത്താൽ വാട്ടർ ആണ്. അസറ്റേറ്റിലേക്ക് H+ കൊടുത്താൽ അസറ്റിക് ആസിഡ് ആണ്. പെർക്ലോറേറ്റിലേക്ക് H+ കൊടുത്താൽ പെർക്ലോറിക് ആസിഡ് ആണ്. ആസിഡ്സിന്റെ സ്ട്രെങ്ത് നിങ്ങൾ നോക്കിയാൽ പെർക്ലോറിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ഇനോർഗാനിക് ആസിഡ് ആണ്. ആൻഡ് ഓർഗാനിക് ആസിഡ്സിലേക്ക് വന്ന അസറ്റിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ഫീനോൾ. ആൻഡ് ദെൻ യു ഹാവ് വാട്ടർ. ഇതാണ് ആസിഡ്സിന്റെ സ്ട്രെങ്ത്. ഒരു ആസിഡ് സ്ട്രോങ് ആവണമെങ്കിൽ അവരുടെ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. സോ ഇഫ് യു കൺസിഡർ സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ, HClO4 നമ്മുടെ കയ്യിലിരിക്കുന്ന ആനയോൺ ClO4-, അത് വളരെ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് H+ റിലീസ് ചെയ്തത്. പെട്ടെന്ന് H+ കൊടുക്കുന്നവരല്ലേ ആസിഡ്സ്. സോ ClO4-, then CH3COO-, then ഫിനോക്സൈഡ് അയോൺ, then OH-. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റെബിലിറ്റി. അപ്പൊ ഈ സ്റ്റെബിലിറ്റി റെസൊണൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇഫ് യു കൺസിഡർ ClO4-, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഓക്സിജന് മേലെയാണ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. CH3COOയുടെ കേസിലും ഓക്സിജന് മേലെയാണ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദർ ഈസ് ഈക്വലന്റ് റെസൊണൻസ്. ഫീനോക്സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്താലും റെസൊണൻസ് ഈസ് പോസിബിൾ, പക്ഷെ ഈക്വലന്റ് റെസൊണൻസ് ഉള്ളതുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് കൂടുതലാണ്. ദെൻ OH- കേസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണമുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും നെഗറ്റീവ് ചാർജ് ഓക്സിജന് മേലെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതൽ അസിഡിക് ആയിട്ട് മാറിയത്. അങ്ങനെ ഈ ഓർഡർ നമുക്ക് കിട്ടി. And if you consider the order of nucleophilicity, you should understand this is inversely proportional to electronegativity എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോനെഗറ്റീവ്, വളരെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന ആൾക്കാർ അത്ര പെട്ടെന്ന് കൊടുക്കൂല. ഇത് വളരെ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യേണ്ട. ദേ ആർ സെൽഫ് സ്റ്റെബിലൈസ്ഡ്. സോ nucleophilicity and electronegativity inversely related ആണ്. or OH- is better than phenoxide, than acetate, than ClO4- എന്ന കൺക്ലൂഷൻ നമുക്ക് ചെയ്യാം. സോ ഇവിടെ ന്യൂക്ലിയോഫിലിസിറ്റി നോക്കിയാൽ ആരാണോ പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കുക അഥവാ സ്റ്റെബിലൈസ്ഡ് കുറവായിരിക്കുന്ന ആൾക്കാർ ആരാണോ അതിനനുസരിച്ച് നമുക്ക് പറയാം. ഹെൻസ് യു ക്യാൻ ഗോ ഫോർ ദിസ് ഓപ്ഷൻ. OH- ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരേണ്ടത്. PHO-, CH3CO- or ClO4-. അപ്പൊ ഈ ആനയോണുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഇൻവേഴ്സ് ഓർഡേഴ്സ് വെച്ച് നമുക്കിത് പറയാം.